ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ അമ്മയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ ഇതുവരെ കിടന്നില്ലേ? മോളെ, ഞാൻ അച്ഛനൊരു ലഡു എടുക്കാൻ വന്നതാണ്. അച്ഛനങ്ങനെ മധുരമൊന്നും കഴിക്കുന്നത് പതിവില്ലല്ലോ. ഇത് വിശേഷൻ്റെ സ്പെഷ്യൽ ലഡു ആയതുകൊണ്ടായിരിക്കുമല്ലേ? അതെ മോളെ, അങ്ങനെ തന്നെയാണ്. അച്ഛൻ്റെ സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ്. വിശുവിൻ്റെ ഇത്തവണത്തെ ജോലിക്ക് പോക്കിൽ വിശുവിന് ആത്മാർത്ഥത ഉണ്ടെന്ന് അച്ഛന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ വീണ്ടും ഒരു ലഡു വേണം, ഒരു മധുരം കഴിക്കണം എന്ന് ആഗ്രഹിച്ചത്. അന്നേരം വേദം പറയേണ്ടത് ശരിയാ. ആ പൈസ അച്ഛൻ്റെ കയ്യിൽ വിശേട്ടം കൊടുക്കുമ്പോൾ ശ്രീചേട്ടത്തിൻ്റെ കണ്ണിലെ തിളക്കൊന്ന് കാണേണ്ടതായിരുന്നു. എന്തൊരു അഭിമാനമായിരുന്നു എന്ന് പറയാണ്. ശരിയാ മോളെ, ഒരു പാവം ആണ് ആ പെൺകുട്ടി. ഇതുപോലൊരു പെൺകുട്ടി കിട്ടിയത് തന്നെ വിശുവിൻ്റെ ഭാഗ്യമാണ്. എന്തോരം പണിയെടുത്താലും ഒരു സ്വാർത്ഥതയില്ല, ഒന്നുമില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ നന്ദിനി ഇതൊക്കെ ഒളിഞ്ഞൊന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണ് സ്വാർത്ഥത എന്നുള്ളത് പറഞ്ഞു വരുന്നത്. പെട്ടെന്ന് നന്ദിനി ദേഷ്യത്തോടുകൂടി അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ, നന്ദിനി നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ വെള്ളം എടുക്കാം, പിന്നെന്താ പോകുന്നത്, വാ എന്ന് പറഞ്ഞിട്ട് ശ്രീജയും വിളിച്ചു പോകട്ടോ നന്ദിനിനെ. ശ്രീജയുടെ മുടിയിൽ മുല്ലപ്പൂ കാണുമ്പോൾ, ആഹാ ഇതെന്ന് മുല്ലപ്പൂവൊക്കെ ഉണ്ടല്ലോ എന്ന് കമലാമ്മ പറയട്ടോ. അപ്പോൾ വിശേട്ടം വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് എന്ന് പറയും. അപ്പോൾ വാങ്ങിച്ച നിലയ്ക്ക് എല്ലാവർക്കും കൂടെ വാങ്ങിക്കാമായിരുന്നു എന്ന് നന്ദിനി പറയുകയാണേ. അത് ഞാൻ പറഞ്ഞതാ വിശേട്ടനോടെന്ന് പറയും. അപ്പോൾ വേദ പറഞ്ഞിടേ, അതൊന്നും വേണ്ട, ഇതെന്തായാലും നന്ദിനി ശ്രീജടത്തേക്ക് വേണ്ടിയിട്ട് വിശേട്ടം വാങ്ങിച്ചതല്ലേ, അതിൻ്റെ പങ്ക് പറ്റാൻ ഒരാൾക്കും അവകാശമില്ല. അതിന് നന്ദിനി വെള്ളെടുക്കുന്ന സമയത്ത് വേദ പറഞ്ഞിട്ട് നന്ദിനിയെടുത്ത് വീട്ടിലേക്ക് നാളെ ഞാനില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ, ശ്രീചേട്ടത്തിയും വിശ്വേട്ടനും വരുന്നുണ്ടല്ലോ, അപ്പോൾ വേദയ്ക്കും വിക്രത്തിനും കൂടെ വന്നാൽ എന്താണെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ കമലം പറയുന്നത്, അത് ശരിയാ മോള് വേദ പറഞ്ഞത്, മോള് പോരണ്ട, ഓരോരോ ചോദ്യങ്ങൾ ഓരോരുത്തർ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മറുപടി പറയാൻ നിൽക്കണം. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് പേടിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പണിക്കൊന്നും നിൽക്കണ്ടായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ ശ്രീജ പറയും, മോളെ വേദേ മോൾക്കും കൂടെ പോകുന്നൂടെ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ വിശ്വേട്ടൻ ഓഫീസിൽ നിന്ന് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും. ഇല്ല എടുത്തി, ഞാനില്ല എന്ന് പറയട്ടോ. അപ്പോൾ കമലൻ പറയും, ശരിയാ മോള് പോകണ്ട, മോൾ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. വിക്രത്തിനെ ഇവിടെ ഇരുത്താം എന്ന് പറയും. നന്ദിനി പറയുന്നുണ്ട്, അങ്ങനെ നന്ദിനി വെള്ളമെടുക്കാൻ വന്നതല്ലേ, എന്നാൽ പോയിക്കോ എന്ന് കമലാമ്മ പറയും. അങ്ങനെ നന്ദിനി പോകട്ടോ, ശ്രീജയും പോകും. അപ്പോൾ കമലാമ്മ പറയും, മോള് പറഞ്ഞത് ശരിയാ, മോൾ ഇനി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ആവശ്യമില്ലാത്തൊരു ചോദ്യങ്ങൾ ചോദിക്കും, പിന്നെ നന്ദിനിയല്ലേ ആള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുകയും ചെയ്യുന്നൊക്കെ പറയട്ടോ. അതിനുശേഷം പിന്നീട് നന്ദിനി വെള്ളം കൊണ്ട് വിനായകൻ്റെ കൈ കൊടുക്കണം. ഇതെന്താടി മഴയത്ത് 2 ജഗ് വെള്ളം, ഒരു ജഗ് വെള്ളം ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്താ? അതെ, ശ്രീചേട്ടത്തിനെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഒളിഞ്ഞൊന്ന് കേൾക്കായിരുന്നു, അമ്മയും വേദയും കൂടിയിട്ടേ. അപ്പോൾ പെട്ടെന്ന് ശ്രീചേട്ടത്തി എന്നെ കണ്ടുപിടിച്ച്, അപ്പോൾ വെള്ളം എടുക്കാൻ വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ജഗ് വെള്ളം കൂടെ കൊണ്ടുവന്നത്. ശ്രീചേട്ടത്തെക്കുറിച്ച് എന്താ പുകഴ്ത്തുന്നത്, നന്നായി പണിയെടുക്കും, ഒരു സ്വാർത്ഥതയില്ല എന്നൊക്കെ പറയൂട്ടോ. അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന് പറയും. അത് ശരിയാണല്ലോ എന്ന് പറയും കേട്ടോ വിനായകൻ. അത് ശരിയാണെന്നോ, അപ്പം ഞാൻ സ്വാർത്ഥതയാണെന്നാണോ പറയുന്നത് ചോദിക്കട്ടോ. അല്ല, നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നാളെ തുടങ്ങി നീ അത് തിരുത്തിയാൽ പോരെ, സ്വാർത്ഥത മാറ്റി വെച്ച് വീട്ടിലെ പണികളൊക്കെ എടുത്താൽ അത് ശരിയാവില്ലേ എന്ന് പറയട്ടോ. പിന്നെ അങ്ങനെ ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരാളും അങ്ങനെ എന്നെ പുകഴ്ത്തണ്ടെന്ന് പറയട്ടോ. നീ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്? എന്നാലും വിശ്വേട്ടൻ കണ്ടില്ലേ, ഇപ്പോൾ ജോലിക്ക് പോയപ്പോഴത്തേന് ഭാര്യയ്ക്ക് മുല്ലപ്പൂവും ഭർത്താവിന് ബദാം മിൽക്ക്, അങ്ങനെ എന്തൊക്കെയാണ്. എന്തായാലും നിങ്ങളുടെ അമ്മയ്ക്കൊരു തരംതിരിവുണ്ട്, നിങ്ങളുടെ അമ്മയ്ക്ക് മൂത്ത മോനോടും ഇളയ മോനോടും ഇത്ര സ്നേഹം കൂടുതലുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറയട്ടോ. ഇതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ്, അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ എന്നാലും വിശേഷന് ഇങ്ങനെ ഒരു ജോലി മേടിച്ചു കൊടുക്കണ്ടായിരുന്നു. എന്തായാലും വേദന വിക്രമം പിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു ജോലി വിശേഷന് കിട്ടിയല്ലോ. ദൈവമേ, അത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണേ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നന്ദിനി. പിന്നീട് വിക്രം വർക്ക്ഷോപ്പിലിരുന്ന് പറയുകയാണ്, എന്തായാലും എനിക്കൊരു ജോലി കണ്ടെത്തണം അനിയും കൂട്ടാന്ന് പറയാൻ കേട്ടോ. നീ അങ്ങനെയൊക്കെ ആലോചിച്ച് തുടങ്ങി. ഇന്നലെ വേദ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വേദ അങ്ങനെ പറഞ്ഞപ്പോഴേ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി, ഒരു ജോലിക്ക് പോകണം. അപ്പോൾ നീ ഒരു PC എഴുതടാന്ന് പറയട്ടോ. അതൊന്നും എനിക്ക് നടക്കണ കാര്യമില്ല, പഠിക്കാനൊന്നും എനിക്ക് പറ്റുമൊന്നുമില്ല. എന്തായാലും ഒരു ജോലി കണ്ടെത്തണം ഉടനെ തന്നെ. അപ്പോൾ ചാക്ക് ചുമക്കാൻ പോകുന്ന ജോലിയോ, അത് പിന്നെ അന്നൊരു ദിവസത്തേക്ക് വേണ്ടി പോയതല്ലേ എന്ന് പറയട്ടോ. സജീവൻ ചോദിക്കുന്ന, ചാക്ക് ചുമക്കാനൊക്കെ പോയിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാവണില്ല കേട്ടോ. ജോസഫ് എത്ര നോക്കിയിട്ട്, ഇത് എത്ര നേരമായി നോക്കുന്നു, ശരിയാവുന്നില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വിക്രം വന്നത് ശരിയാക്കാണ് കേട്ടോ. എനിക്കപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ബെസ്റ്റ് എന്ന് പറയട്ടോ. അപ്പോൾ അല്ല, ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയാണ്. അപ്പോൾ ജോസഫ് പറഞ്ഞു, ഞാൻ എത്ര സമയമായിരുന്നു പറയും ശരിയാക്കാമെന്ന് നോക്കണം, എന്നിട്ട് ശരിയായില്ല. അപ്പോൾ സജീവൻ വന്നിട്ട് പറഞ്ഞിട്ടേ, അതെ ഞാനൊരു കാര്യം പറയട്ടെ. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ ലോഹിതദാസ് ജയറാമിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ചോക്കുമലയിൽ ഇരുന്നിട്ട് ഒരു കഷ്ണം ചോക്ക് അന്വേഷിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ് നിൻ്റെത്. നീ ഒരു കാര്യം ചെയ്യും, ഈ വർക്ക്ഷോപ്പിൽ തന്നെ ജോലിക്ക് നിൽക്കുമെന്ന് പറയട്ടോ. ഈ വർക്ക്ഷോപ്പിൽ നീ ഈ വർക്ക്ഷോപ്പിൽ ജോലിക്കുന്നോ? അങ്ങനെ ചെയ്യാല്ലേ എന്ന് പറയട്ടോ. അതെ എന്ന് പറയും.
അപ്പോഴേക്കും കമലാമ്മ വിളിച്ചിട്ട് വീട്ടിലേക്ക് വായോ വേദം ഒറ്റയ്ക്കാണ് ഞങ്ങൾ നന്ദിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്നു പറയുമ്പോൾ അവളവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് എനിക്ക് എന്താണെന്നൊക്കെ ചോദിക്കും കേട്ടോ. നീ ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി, നിന്നെ കണ്ടിട്ട് വേണം എനിക്ക് പോകാനായിട്ട്, എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞു കമലാമ്മ നിർബന്ധം പറയുകയാണ്. അങ്ങനെ വിക്രമിനെ ഷർട്ടൊക്കെ എടുത്തിടുന്ന സമയത്ത് ഫോൺ അവിടെ വെച്ച് മറന്നു പോകുകയാണ് കേട്ടോ. ഫോൺ എടുത്ത് പോക്കറ്റിൽ വെക്കുന്നില്ല. അപ്പോൾ ജോസഫ് പറയും, നീ ഇപ്പോൾ എവിടേക്കാണ്? ഞാൻ വീട്ടിലേക്ക്, എനിക്ക് ആ വണ്ടി ഒന്ന് വേണമായിരുന്നു പറയട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്നെ കൊണ്ടുവന്നാക്കി തന്നിട്ട് വണ്ടി എടുത്തോളാൻ പറയും. അപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, ഇതിൽ 2 കീ ഉണ്ടല്ലോ, അതൊരെണ്ണം വീടിൻ്റെ കീയും ഒരെണ്ണം വണ്ടിയുടെ ഒരെണ്ണം സ്പെയർ തന്നിട്ടുള്ളതാണ് എന്ന് പറയട്ടോ. അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, ഇവനെ എന്തായാലും ആ വേദം നന്നാക്കി എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും. പിന്നീട് നന്ദിനിയും അതുപോലെ തന്നെ ശ്രീജയും വിശ്വനും വിനായകനൊക്കെ കൂടിയിട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, വിശ്വേട്ടന് 2 ദിവസത്തേക്ക് ലീവ് കൊടുത്തു എന്ന് പറയാനുണ്ട്. അങ്ങനെ ലീവ് എടുക്കുന്നുണ്ടെന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല അമ്മേ, ലീവ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊക്കോ, ഞാൻ അച്ഛൻ ബ്ലോക്ക് ഓഫീസിൽ പോയിരിക്കുകയാണ്, ഞാനും അച്ഛനും കൂടി അങ്ങ് വന്നോളാം, നിങ്ങൾ നടന്നോളാം പറയും കേട്ടോ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പോകുകയാണ്. ബ്ലോക്ക് ഓഫീസിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ വരുമ്പോൾ എന്തായാലും 10:30 ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, കണ്ടോ സുധാകരൻ മാഷ മൂത്ത മോനും 2ാമത്തെ മോനും എത്ര സന്തോഷമായിട്ടാണ് പോകുന്നത് ഭാര്യമാരൊത്ത്, അതുപോലെ വിക്രമും വേദയും കൂടെ പോകുന്നത് നോക്കി ആൾക്കാർ നിൽക്കും സന്തോഷത്തോടെ. അതിന് നന്ദിയുടെ അടുത്ത് സമ്മതിക്കും ഇതുപോലെയൊക്കെ പോകാൻ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അവളൊക്കെ സമ്മതിച്ചോളൂ എന്ന് പറയും കേട്ടോ. എന്തായാലും ആ സമയം ഉടനെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയും. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് പുളിക്കാൻ കുറച്ച് പണമൊക്കെ പലിശപ്പണമൊക്കെ പിരിച്ചിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ സാറെന്ന് ചോദിക്കുമ്പോൾ സാറ് കുളിക്കുകയാണ്, എന്താ എൻ്റെ കയ്യിൽ തരുന്നോണ്ട് എന്തെങ്കിലും മടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ സുധ. അപ്പോൾ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, ഇത് മുഴുവനും ഉണ്ടോ അതോ ആൾക്കാർ ഇപ്പോൾ തരാൻ മടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പുളിക്കാൻ പറയുന്നുണ്ട്, മേഡം മുഴുവനൊന്നുമില്ല, ആൾക്കാർ തരാൻ മടിക്കുന്നുണ്ട്. ആദ്യമൊക്കെ പലിശപ്പണം പിരിച്ചിരുന്നത് വിക്രമാണ്, വിക്രമിന് ആൾക്കാർക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയിരുന്നു. ഇപ്പോൾ യൂത്ത് വിങ് സെക്രട്ടറി ആയിട്ട് വിക്രമിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നതോടുകൂടി ശ്രീനി സാറ് വിക്രമിനെ നീറ്റാക്കാനുള്ള പരിപാടിയാണ്. വിക്രമിനെ ഇപ്പോൾ ഈ ഒരു ജോലി ഒന്നും ശരിയാക്കുന്നില്ല. വേദ വിക്രമിനെ നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നത് മനസ്സിലാക്കാം, പക്ഷേ സാർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയുന്നില്ല. എന്തായാലും സാറിനോട് മേഡം ഒന്ന് പറയണം എന്ന് പറയട്ടെ. ശരി ഞാൻ പറയാം എന്ന് പറയുന്നുണ്ടേ. പിന്നീട് കമലാമ്മ ഒരുങ്ങി വരികയാണ് പോകാനായിട്ട്. അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിനെ കാണാനായിട്ട് ഉമാമഹേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പോൾ ഇന്ന് മുത്തശ്ശി വരുന്ന ദിവസമല്ലേ, അപ്പോൾ വിക്രത്തിൻ്റെ കൂടെ പോയാൽ മതി എന്ന് കമലാമ്മ പറയുകയാണ്. വിക്ര ആ ഒരു സമയത്ത് വരികയാണ് കേട്ടോ. പക്ഷേ വന്ന വഴിക്ക് ജോസഫ് വണ്ടിയും കൂടി തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ വിക്രം അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ വേദ പറഞ്ഞുകൊണ്ട്, അമ്മേ വിക്രമിൻ്റെ വണ്ടി വന്ന പോലെ തിരിച്ചു പോകുന്നുണ്ടല്ലോ, ആണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും വിക്രം അകത്തേക്ക് വരികയാണ് കേട്ടോ. നിന്നോട് എത്ര നേരമായിട്ട് വരാൻ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു, നീ ഒരു കാര്യം ചെയ്യും, വേദനയും കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വായോ, മോൾക്ക് മുത്തശ്ശിനെ ഒന്ന് കാണുന്നു. അതെന്താ അവൾക്ക് പോകാൻ അറിഞ്ഞൂടെന്ന് ചോദിക്കുകയാണ്. നീ പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി, ഇപ്പം ഇനി ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് പോകണ്ടേ. എന്തായാലും ഞാൻ അച്ഛൻ കവലയിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്, എന്നോട് കവലയ്ക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോൾക്കൊരു കൂട്ടായിട്ട് നീ എന്തായാലും മോളുടെ അടുത്തുനിന്ന് മാറാതെ തന്നെ വേണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ കയ്യിൽ വണ്ടി ഇല്ല അമ്മയെന്ന് പറയും. വണ്ടി ജോസഫ് കൊണ്ടുവരികയാണ്. ജോസഫിനൊന്ന് വിളിച്ച് പറഞ്ഞാൽ പോരെ, വണ്ടി കൊണ്ടുവരുമല്ലോ ജോസഫ് എന്ന് പറയും. അങ്ങനെ കമലാമ്മ അവരോട് യാത്ര പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ. നിങ്ങൾ 2 പേരും ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് പോകുകയാണ്. കവലയിൽ മാഷ് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കവലയ്ക്കാണ് കമലാമ്മ പോകുന്നത്. ഈ സമയത്ത് വേദ ഇങ്ങനെ വിക്രമിനെ വിളിക്കുകയാണ്. ഹലോ വെട്ടുപോത്തേ എന്ന് വിളിക്കാൻ കേട്ടോ. അതെ ഞാൻ എന്തായാലും മുത്തശ്ശിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ, മുത്തശ്ശി അമ്പലത്തിലുണ്ടോയെന്ന് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ വിക്രത്തിൻ്റെ റൂമിൽ ചെന്നിട്ട് നോക്കുകയാണ് ഫോൺ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. എല്ലായിടത്തും അന്വേഷിച്ച് നടക്കും. അപ്പോൾ വിക്രം വന്നിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന വലിയ മൈൻഡൊന്നും ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ വേദ ഫോൺ അന്വേഷിച്ച് നടക്കാനിട്ട്, അതെ വിക്രമാന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒന്നും മിണ്ടാതെ അതെ വിക്രു എന്ന് പറയട്ടെ, ഇതേ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് തന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറയട്ടോ. എൻ്റെ ഫോൺ കാണുന്നില്ല, ഒന്ന് നോക്ക്, പിന്നെ എനിക്ക് നിൻ്റെ ഫോൺ നോക്കലല്ലേ പണി എന്ന് പറയട്ടോ. അന്നൊരു കാര്യം ചെയ്യാം, എൻ്റെ ഫോണിലേക്ക് ഒന്ന് റിങ് ചെയ്യ് എന്ന് പറയട്ടോ. അപ്പോൾ പറയും പിന്നെ എനിക്കൊന്നും പറ്റില്ല എന്ന് പറയും. എന്നാൽ ഫോൺ തായോ ഞാൻ റിങ് ചെയ്യാം, ശരി ഞാൻ വിളിക്കാം, ഞാൻ ഫോൺ തരാം നീ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ നോക്കുമ്പോൾ പോക്കറ്റിൽ കൈയിട്ട് നോക്കുമ്പോൾ ഫോണില്ല. അപ്പോൾ അതെ ഞാൻ ഫോൺ വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നു എന്ന് പറയുമ്പോൾ വേദങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.